അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ UV-DV പുനരാരംഭിക്കുകയാണ്. രാവിലെ ബഡ്ജറ്റിൻ്റെ വിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ പല വിധത്തിലുള്ള കാർട്ടൂണുകൾ നിറഞ്ഞു നിൽക്കുന്ന പത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കും അല്ലേ? അതുമാത്രമല്ല, ഇന്നത്തെ വാർത്തകളിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നാളെ സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിന് മുമ്പേ തന്നെ ഒരു നിർമ്മാതാവ് സ്റ്റേ കൊടുത്ത പരിപാടി അങ്ങ് നിർത്തിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. സിനിമ എന്ന് പറയുന്ന തൊഴിലെടുത്ത് ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു കമ്മീഷൻ. അവർ അതിൻ്റെ കറക്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയി ഒരുപാട് ആളുകളെ കണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ തന്നെ വ്യക്തികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ സെൻറ്റൻസുകളും ഏകദേശം 85 പേജോ എന്തോ ഒഴിവാക്കിയിട്ടാണ് ഇത് പബ്ലിഷ് ആക്കുന്നത് തന്നെ. അതായത് 200 സംതിങ് പേജുകളുണ്ട്. അതിൽ 85 പേജ് ഒഴിവാക്കിയിട്ടാണ് പൊതുജനങ്ങളിലേക്ക് ഈ റിപ്പോർട്ട് വരാൻ പോകുന്നത്. എന്നിട്ട് പോലും ആ റിപ്പോർട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ വാങ്ങിച്ച കൊള്ളാം കേട്ടോ. ഒരു നല്ല വാർത്തയാണ്. അത് ഇപ്പോഴാണ് സംഭവിച്ചത്. പേടിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളതും പൊതുജനങ്ങളിലേക്ക് ഒരു കാരണവശാലും എത്താൻ പാടില്ലാത്ത അത്രയും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു ഭീകര രൂപം ഈ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തടയുന്നതിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ അതിലും ഭീകരമായ എന്തോ സംഭവിക്കാനുണ്ട്, എന്തോ വലുത് നഷ്ടപ്പെടാനുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നത്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മനോരമ, മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനിയൊക്കെയാണുള്ളത്. നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് തന്നെയാണ്. നിർമ്മല സീതാരാമൻ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നതാണ് മനോരമയുടെ കവർ പേജെങ്കിൽ മാതൃഭൂമിയുടെ കവർ പേജിൽ പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ആ ഒരു ഒളിമ്പിക്സിൻ്റെ സൗഹൃദ വളയം എന്ന് പറഞ്ഞിട്ട് 5 വളയമൊക്കെ വെച്ച് രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മനോരമ അവരുടെ കവർ പേജിൽ പാരീസ് 2024 എന്നുള്ളതാണ്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്ന BJPക്ക് അവർ എത്രമാത്രം പ്യാരിയാണെന്ന് അടിവരയിടുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് നല്ല രസമാണ്. ഓട്ടക്കാലാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഓട്ടക്കാലാണ് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപിയെ അവരതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിന് 0 എന്നുള്ള അർത്ഥത്തിൽ ഓട്ടക്കാലെണ്ണ കൊടുത്തിട്ട് ആ ഒരു രീതിയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വെല്ലുവിളി ഒന്നിച്ചെതിർക്കണം എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് നമുക്ക് വരാം. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അവർ നിർമ്മലാ സീതാരാമൻ്റെ 2 ചിത്രങ്ങളാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചിരിതൂകി മുല്ലപ്പൂവൊക്കെ തലയിൽ വെച്ച് നിൽക്കുന്ന ഒരു രൂപം. അതിൽ ബഡ്ജറ്റിൻ്റെ മറ്റേ പെട്ടി ഉണ്ടല്ലോ, ചുവന്ന പെട്ടി, അതുണ്ട്. അതിനിപ്പുറത്തെ സൈഡിൽ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ച് പറിച്ച് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആർദ്രം എന്നുള്ളതാണ് ആ മുല്ലപ്പൂവൊക്കെ ചൂടി നിൽക്കുന്ന ഫോട്ടോയുടെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. രൗദ്രം എന്ന് പറഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ പറത്തിക്കൊണ്ടുള്ള ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. കേരളത്തിനൊന്നുമില്ല, ബീഹാറിനും ആന്ധ്രയ്ക്കുമാണ് ബഡ്ജറ്റിൽ വാരിക്കോരി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം നിറഞ്ഞു നിന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ 4 പത്രങ്ങളിലെയും ഏറ്റവും പ്രധാന വാർത്തയായിട്ട് വരുന്നത്. എല്ലാ പത്രങ്ങളിലെയും കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വില കൂടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇറക്കുമതി ചെയ്ത ടെലികോം ഉപകരണങ്ങൾ, PVC ഫ്ലെക്സ് ബാനറുകൾ, അതുപോലെ അമോണിയം നൈട്രേറ്റ്, ഇത്രയും സാധനങ്ങൾക്ക് വില കൂടാൻ സാധ്യതയുണ്ട്. വില കുറയാൻ സാധ്യതയുള്ളത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം, മൊബൈൽ ചാർജറുകൾ, 3 ക്യാൻസറിനുള്ള മരുന്നുകളുടെ വില കുറയാൻ സാധ്യതയുണ്ട്. എക്സ്റേ യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ, മീൻ, ചെമ്മീൻ തീറ്റ, ലെതർ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ചെരുപ്പുകൾ, ഗ്രാഫൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വില കുറയും എന്നുള്ളതാണ്. ബഡ്ജറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പത്രങ്ങളിലും ഒരുപോലെ വളരെ പ്രാധാന്യത്തോടുകൂടി വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നീറ്റ് പുനഃപരീക്ഷ നടത്തേണ്ടതില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UGയുടെ ഫലം റദ്ദാക്കില്ല. ചോദ്യചോർച്ചയും ക്രമക്കേടുകളും വ്യാപകമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പുനഃപരീക്ഷ ആവശ്യം കോടതി തള്ളി. മെഡിക്കൽ പ്രവേശന നടപടികൾ ഇനി വൈകാതെ തുടങ്ങും. ഇനി ഈ കേന്ദ്ര ബഡ്ജറ്റിൽ കംപ്ലീറ്റും കേരളത്തിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, വട്ടപൂജ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം കുറച്ച് കാര്യങ്ങൾ ബഡ്ജറ്റിലുണ്ട്. അത് ബഡ്ജറ്റ് കൃത്യമായി പഠിക്കുക എന്നുള്ളതും അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ മനോരമയുടെ ഫ്രണ്ട് പേജിൽ ആശ്വസിക്കാൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വിദേശ ക്രൂസ് കമ്പനികൾക്ക് ആഭ്യന്തര ക്രൂസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൻ്റെ സാധ്യത കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും. സ്റ്റാർട്ടപ്പുകൾ ഏഞ്ചൽ ഫണ്ടിംഗ് സ്വീകരിക്കുമ്പോൾ നൽകിയിരുന്ന നികുതി ഒഴിവാക്കി, അതായത് ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കി നൽകിയതിൻ്റെ ഗുണം മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിന് ഗുണകരമാകും. സ്വർണം, വെള്ളി വില കുറയുന്നതും ഇവയുടെ വിപണിയിൽ ചലനമുണ്ടാക്കും. പിന്നെ
PMGSY പദ്ധതിയുടെ ഭാഗമായിട്ട് 25,000 ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിൽ ഒരു വിഹിതം കേരളത്തിനും ലഭിച്ചേക്കാം. 100 നഗരങ്ങളെ മാലിന്യമുക്തമാക്കുമെന്ന പ്രഖ്യാപനം കൊച്ചിക്കും തിരുവനന്തപുരത്തിനും പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് ഉപയോഗിക്കാനുള്ള വേറെയും പദ്ധതികളുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് മുദ്ര ലോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതരം കാര്യങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊരു ഡീപ്പ് ഇൻഡൈവ് ചെയ്ത് ഒരു പോസിറ്റീവ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണ് കൂടുതലും. മറ്റൊരു വാർത്ത, അത് വായിച്ചപ്പം ഇതെന്തവരി കാണിക്കണേ എന്ന് ചോദിക്കാൻ തോന്നിയ ഒന്നാണ്. മറ്റൊന്നുമല്ല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മുഖ്യ കേന്ദ്രത്തിൽ ഫൈൻ ആർട്സ് വിഭാഗത്തിൽ കുറച്ച് ജനൽ പാളികൾ കാണാതായി. അതായത് അലൂമിനിയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനലിൻ്റെ പാളികളില്ലേ, സ്ലൈഡിങ് വിൻഡോ ആണ്. അങ്ങനെ 20 എണ്ണം കാണാതായി. ഇത് ആരപ്പോൾ കൊണ്ടുപോയത് എന്നുള്ള ചോദ്യോത്തരമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനെ ഒരു പൊതു ഫൈനാക്കി കുട്ടികളിൽ നിന്ന് ആ ഫൈൻ തുക ഈടാക്കാനാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു ഉത്തരവിനെക്കുറിച്ച് അറിയില്ല എന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലറുടെ ഉത്തരവുണ്ടെന്നാണ് രജിസ്ട്രാർക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ MR ഷീന അറിയിച്ചിരുന്നത്. അതായത് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിറങ്ങി, പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു രസകരമായ കാര്യമായിട്ട് കാണാം, ഈ സ്ലൈഡിംഗ് ഡോറിലെ 20 ജനൽപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. പക്ഷേ അത് ഒരു ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട അവരുടെ സ്വത്തുക്കളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു കാര്യം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും തലയിലേക്ക് അതിൻ്റെ ഫൈൻ വരുന്ന രീതിയിലുള്ള പരിപാടി അത് ശരിയല്ലല്ലോ. ഇത്രയും വിദ്യാർത്ഥികൾ ഒരുമിച്ചാണ് ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി വിറ്റതെങ്കിൽ ശരി, സമ്മതിച്ചു, അങ്ങനെ ഒരു ഫൈൻ ഈടാക്കുന്നതിലൊരു അർത്ഥമുണ്ട്. ഇത് കുട്ടികളാണെന്നുള്ളതിനൊന്നും തെളിവ് കിട്ടിയിട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം, ഇതെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഞെട്ടിക്കുന്നൊരു സംഭവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാറിൽ പോവുകയായിരുന്നൊരു ഫാമിലി, അവരുടെ കാറിൻ്റെ ടയർ തട്ടി വെള്ളം തെറിച്ച്, ചെളിവെള്ളം തെറിച്ച് അപ്പുറത്തുണ്ടായിരുന്ന സ്കൂട്ടറിൽ യാത്ര ചെയ്യായിരുന്ന സഹോദരങ്ങളുടെ മേൽ പതിച്ചു. അവരത് ചോദ്യം ചെയ്യാൻ തുടങ്ങി, വഴക്കാവുന്നു, ബഹളാവുന്നു, നാട്ടുകാർ കൂടുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ക്ലിപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എല്ലാ പത്രങ്ങളിലും ഒരുപോലെ വന്നിട്ടുള്ളത്. കൊച്ചി ചിറ്റൂർ കുട്ടി സാഹിബ് റോഡിൽ കഴിഞ്ഞ ദിവസം യുവാവിനെയും അച്ഛനെയും കാറിൻ്റെ ഡോറിൽ കുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ചെന്ന പരാതിയിൽ പുതിയ വീഡിയോ പോലീസിന് കൈമാറി കാർ യാത്രികർ കൈമാറുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലുള്ള വീഡിയോ ക്ലിപ്പായിരിക്കുമല്ലോ. മാത്രമല്ല അവർ പറയുന്നത് ബൈക്ക് യാത്രികരും മറ്റേതാനും പേരും ചേർന്ന് മർദ്ദിക്കാൻ തുടങ്ങിയതോടെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ കാർ മുന്നോട്ടെടുത്തു. ഇതിനിടെ അപ്രതീക്ഷിതമായിരുന്നു സംഭവമെന്നാണ് കാർ യാത്രികരുടെ വാദം. ഒരു കാറ് പോയി, അതിൻ്റെ ടയർ ഒരു കുഴിയിൽ പതിച്ചു. സ്വാഭാവികമായും നമ്മുടെ റോഡിൽ ഇഷ്ടംപോലെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും നല്ല കറക്റ്റ് ബാലൻസിങ്ങിലാണ്. ഒരു കാറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 വീലർ പോവുകയാണെങ്കിൽ വെള്ളത്തിൽ കൂടി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കാനും ഒരു വണ്ടി കടന്നു പോകുമ്പോൾ ചളിവെള്ളം തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒന്ന് ബ്രേക്ക് ഇട്ട് പോവുക എന്നുള്ളത് കാറുകാർ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച, ഒരു പെൺകുട്ടി റോഡ് സൈഡിൽ കൂടി നടന്നു വരികയാണ്, കുട പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ പോവുമായിരുന്ന കാർ, ഇപ്പുറത്തെ സൈഡിൽ വഴി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ ആ ചളിവെള്ളത്തിലൂടെ തന്നെ വളരെ വേഗത്തിൽ പോയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് മുഴുവൻ, അതായത് ഒരു വലിയ സെറ്റ് ഓഫ് വെള്ളം ഇങ്ങനെ തെറിച്ച് വീണു. അതൊരു കാർ യാത്രക്കാരൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട മിനിമം മര്യാദയാണ്. റോഡിൽ ബാക്കിയുള്ളവരുമുണ്ട് എന്ന് ചിന്തിക്കുക എന്നുള്ളത്. അങ്ങനെ ബ്രേക്ക് ഇട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ നിൽപ്പുണ്ട്, വണ്ടികളൊന്നും സ്ലോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കുറച്ച് ദൂരം മുമ്പേ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ വെള്ളം എവിടെയാണോ കെട്ടിക്കിടക്കുന്നത് ആ വെള്ളത്തിന് ചുറ്റി തന്നെ നടക്കുക. പുറകിൽ വരുന്ന വണ്ടി സ്ലോയിൽ വരിക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നനയ്ക്കും എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപകടകരമാണ്. പക്ഷേ നമ്മൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് വീട്ടിൽ നിന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയേക്കാണ്. അപ്പോഴാണ് ഇങ്ങനെ ചളിവെള്ളം തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഏറ്റവും മാന്യമായി വാഹനം ഓടിച്ചു പോകുന്ന ആളുകളും ഉണ്ട്. ഇനി അങ്ങനെ വെള്ളം തെറിച്ച് കഴിയുമ്പോൾ അതിനെ പറഞ്ഞ് നമ്മളൊരു വലിയ വഴക്കിലേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിനുശേഷം രണ്ടുപേർക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ വഴിയിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആക്രമണത്തിൽ ഭയന്നിട്ട് കാറ് ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ കാറിനകത്ത് കൈയിട്ടിരുന്ന ആളുകൾ അതിനോടൊപ്പം നീങ്ങിപ്പോയതുമായിരിക്കാം. ഇത് എൻ്റെ ഒരു അസംപ്ഷൻ മാത്രമാണ് കേട്ടോ. എന്തായാലും പോലീസ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നിയമം ഉണ്ടാക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാം. അതേ കിടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും. എന്തൊക്കെയായിരുന്നു അതിൽ? 82 പേജുകളും പല പേജുകളിലായി 115 പാരഗ്രാഫുകളും ഒഴിവാക്കുന്നതായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട 5 പേരെയും സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ അറിയിച്ചു. ആകെ 233 പേജേ കിട്ടുള്ളൂ.
അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ 82 പേജ് ഒഴിവാക്കി 15 പാരഗ്രാഫും കുറേ സെൻറ്റൻസുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ടത് പുറത്തു വിടാൻ പേടി. 3 ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും എന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മനോരമയുടെ ഒരു ടേക്ക് ഇങ്ങനെയാണ്: 3 മരുന്നുകളുടെയും 10% കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയതോടെയാണ് അതിൻ്റെ വില കുറയുന്നത്. എങ്കിലും 3 മരുന്നിൻ്റെയും വില കാരണം സാധാരണക്കാർക്ക് പ്രയോജനമില്ല. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കുറച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അതിന് നല്ല വിലയാണ്. 3 ലക്ഷം രൂപ വരെ വിലയുള്ള മരുന്നുകളാണ്. അതിൽ ഈ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറയാവുന്നതിൻ്റെ പരമാവധി എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ വാത്സല്യത്തോടെ NPS എന്ന് പറയുന്ന ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യം മനോരമ കുറച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ പേരിൽ NPS അക്കൗണ്ട് തുടങ്ങാം. നാഷണൽ പെൻഷൻ സ്കീം. നമ്മൾ പെൻഷൻ ആയിട്ട് ഒരു എമൗണ്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ നോക്കിക്കാണാം. അപ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോഴേ കുട്ടികളുടെ പേരിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ പെൻഷനെ കുറിച്ച് ആലോചിക്കുക. പക്ഷേ ഒരു കുട്ടി ജനിക്കുമ്പോഴേ NPS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 18 വയസ്സാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കുട്ടി ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ NPSൽ ഈ പദ്ധതിയിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഗുണം കൂടി ആ കുട്ടിക്ക് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ്. ഈ പെൻഷൻ പദ്ധതികളെക്കുറിച്ച് ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ 18 വർഷത്തെ പെൻഷൻ ഫണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയ അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊരു നല്ല പദ്ധതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുട്ടികളുടെ ഭാവിക്ക് അവർ നമ്മുടെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യേണ്ട ഒരു സെക്യൂരിറ്റി, ഒരു സേഫ്റ്റി, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അച്ഛനമ്മമാർക്ക് തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണത്. പിന്നെ എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന റോഡ് 25,000 ഗ്രാമങ്ങളിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീൺ റോഡ് പദ്ധതിയിലൂടെ 25,000 ഗ്രാമങ്ങളിൽ എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കും. പ്രളയ ദുരിതം നേരിട്ട ബീഹാർ, അസം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ ലഭിക്കും. ഇതിനായി 1.5 ലക്ഷം കോടി വകയിരുത്തി. ഈ 25,000 റോഡുകളുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലുമൊക്കെ റോഡുകൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് MP-മാരും ഒക്കെ ഒന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ മോദി എന്ന് ഒരൊറ്റ തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു വലിയ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ തവണയും ബഡ്ജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത് മുൻപും വരാനിരിക്കുന്നതുമായ ഇലക്ഷനുകളെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല മറ്റൊരു പത്രത്തിൽ, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മാധ്യമമോ മാതൃഭൂമിയോ എന്തോ ആണ്, ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. 2.5 മണിക്കൂറിനടുത്ത് വരെയൊക്കെ നീണ്ടു നിന്ന നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വെറും 83 മിനിറ്റ് മാത്രമാണ് ബഡ്ജറ്റ് പ്രസംഗം ഉണ്ടായിരുന്നത്. അതിൽ തുടക്കത്തിൽ മോദിയുടെ പേര് പരാമർശിച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് അങ്ങോട്ടുണ്ടായില്ല. സാധാരണ മഹാന്മാരുടെ കവിതകളും അവരുടെ ഡയലോഗുകളും അതിനോടൊപ്പം നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഒരേ ഒരു വട്ടമാണ് അവർ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സ്വർണത്തിൻ്റെ വില നല്ലോണം കുറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വില കുറയുകയാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വർണം ഗ്രാമിന് 250 രൂപയും പവന് 2000 രൂപയും കുറഞ്ഞത് തന്നെ ഇതിന് തെളിവാണ്. ഇന്നലെ രാവിലെ പവന് 53,960 രൂപയും ഗ്രാമിന് 6,745 രൂപയുമായിരുന്ന സ്വർണ്ണവില ഉച്ചയോടെ 51,960 രൂപയും 6,495 രൂപയുമായി കുറഞ്ഞു. 1 ഗ്രാം വെള്ളിക്ക് 95 രൂപയാണ് ഇന്നലത്തെ വില. വരും ദിവസങ്ങളിൽ 10 ഗ്രാം വെള്ളിക്ക് 45 രൂപ വരെ കുറവ് വന്നേക്കും. എല്ലാവരും അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലേക്ക് കൂടി ആളുകൾ കൂടുതൽ കടന്നു വരും എന്നുള്ളതുകൊണ്ട് സ്വർണം വെള്ളി വ്യാപാര മേഖല ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ സ്കീം അനുസരിച്ചാണെങ്കിലും പഴയ സ്കീം അനുസരിച്ചാണെങ്കിലും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അതെന്തായാലും ലാഭകരമായൊരു വേരിയേഷൻസ് ആണെന്നാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ആദായ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളുകളോട് ഒന്ന് പറയണമെന്നുണ്ട്. അവിടെ നമ്മൾ മാധ്യമത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മാധ്യമം വായിച്ചതിന് ശേഷമാണ് മാതൃഭൂമി വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിനോട് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് മാധ്യമം റിയാക്ട് ചെയ്യുന്നതെന്ന് തോന്നി അവരുടെ എഴുത്തുകളിലൂടെ. അതേസമയം മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഇതിലെ പോസിറ്റീവ് എലമെൻറ്റുകളൊക്കെ തപ്പിയെടുത്ത് അതിനെ വളരെ പോസിറ്റീവായിട്ട് പറയുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തു. രണ്ടും ആവശ്യമാണ്. ഒരു കേന്ദ്ര ബഡ്ജറ്റോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ബഡ്ജറ്റോ ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിലെ പ്രശ്നങ്ങൾ എന്താണ്, പരിഗണിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ നമുക്കെങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതും ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും വായിച്ചപ്പോൾ എനിക്കൊരു ഇച്ചിരി ബാലൻസിങ് പരിപാടിയായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമത്തിൻ്റെ കാർട്ടൂൺ ഇതാണ്.
ആർദ്രം രൗദ്രം. പിന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറയെ നീറ്റ് പുനഃപരീക്ഷ ഇല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, എനിക്കിത് എന്താ പറയുക, മലയാളിക്ക് മനസാക്ഷി ഇല്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പട്ടിക്കൂട് ഒരാൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, അദ്ദേഹം ഇവിടെ ജോലിക്ക് വരുന്നു, വളരെ കുറഞ്ഞ ചിലവിൽ താമസിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുന്നു. പുള്ളിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങുക എന്നുള്ളതാണല്ലോ, ഒരു സൗകര്യമാണല്ലോ വേണ്ടത്. അപ്പോൾ പിറവത്തുള്ള ഒരു ഹൗസ് ഓണർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിലെ പട്ടിക്കൂടുണ്ടായിരുന്നു. ആ പട്ടിക്കൂട് 500 രൂപ വാടകയ്ക്ക് ഈ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കൊടുത്തു. അയാൾ അവിടെ 3 മാസമാണ് താമസിച്ചത്. ഇത് വിവാദമായതിനെ തുടർന്ന് പോലീസും ജനപ്രതിനിധികളും ഇടപെട്ട് തൊഴിലാളിയെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. പട്ടിക്കൂട്ടിൽ താമസിക്കാൻ തൊഴിലാളി സമ്മതം പറഞ്ഞെങ്കിലും ഒരു രേഖയുമില്ലാതെ മോശം സ്ഥലം വാടകയ്ക്ക് നൽകിയ കെട്ടിട ഉടമ നിയമലംഘനം നടത്തിയതായാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. എന്നാൽ തൊഴിൽപരമായ പ്രശ്നമല്ലാത്തതിനാൽ തൊഴിൽ വകുപ്പിന് ഒന്നും ചെയ്യാനില്ലെന്നാണ് അവരുടെ നിലപാട്. വാസയോഗ്യമല്ലാത്ത കെട്ടിടം വാടകയ്ക്ക് നൽകിയത് സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് തദ്ദേശ സ്ഥാപനമാണെന്ന് അവർ വ്യക്തമാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഹൗസ് ഓണറിന് ഊരിപ്പോകാനുള്ള ഒരുപാട് വകുപ്പുകളുണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ എൻ്റെ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സ്റ്റിൽ ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. അയാൾ കുറഞ്ഞ വാടകയ്ക്ക് ഒരു സ്ഥലം അന്വേഷിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പട്ടിക്കൂട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് അത് പട്ടിക്ക് വേണ്ടി പണിതൊന്നും കൂടിയാണല്ലോ. ഒരു മനുഷ്യനെ അയാളുടെ അവസ്ഥ മോശമാകുമ്പോൾ അതിനനുസരിച്ച് അയാൾ എന്ത് കാര്യവും സഹിക്കാൻ തയ്യാറാവും. പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് ഈ 500 രൂപ റെൻറ്റ് കിട്ടിയിട്ട് ഈ ഹൗസ് ഓണറിന്, എനിക്കറിയാൻ പാടില്ല, ഒരു പട്ടിക്കൂടൊക്കെ റെൻറ്റിന് കൊടുക്കാൻ മാത്രം അത്രയും വലിയ പട്ടിക്കൂടൊക്കെ ഉള്ള ഒരാകെ ഈ 500 രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയും തുച്ഛമായ പൈസയ്ക്കാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു മനുഷ്യനെയാണല്ലോ അവിടെ താമസിപ്പിക്കുന്നത്. അയാൾക്കൊരു ആത്മാഭിമാനമുണ്ടല്ലോ, അതിനെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അയാളായിട്ട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ. വിശന്ന് ഒരു വഴിയില്ലാതിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എന്ത് കൊടുത്താലും അയാൾ തിന്നും എന്ന് പറഞ്ഞ് നമ്മൾ എന്തും എടുത്ത് കൊടുക്കില്ലല്ലോ. ഭക്ഷണമല്ലേ, ഒരു മനുഷ്യന് കഴിക്കാവുന്ന ഭക്ഷണമല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. എനിക്കത് വളരെ മോശമായിട്ട് തോന്നി. പിറവത്താണ് സംഭവം. പിറവം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് സംഭവം എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും ബഡ്ജറ്റിൽ ആടി ഒളിഞ്ഞ് നിൽക്കുകയാണ്. ഈ ബഡ്ജറ്റിലേക്ക് ഞാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റപ്പുകൾ പല രീതിയിൽ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറി വരുന്ന രീതിയിൽ പല പത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ഒരു ഇൻഡെപ്ത് പോകാത്തതെന്ന് വെച്ചാൽ അത് ബഡ്ജറ്റ് അവതരണം അത് വേറെ തന്നെ ഒരു വിഷയമാണ്. ബഡ്ജറ്റ് അവലോകനം എന്നൊക്കെ പറയുന്നത് അത് എന്നേക്കാൾ ഈ വിഷയത്തിൽ നോളജുള്ള ആളുകൾ ചെയ്യുമെന്നും അതൊക്കെ അവൈലബിൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ. അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമ്മ്യൂണിറ്റി ടാബിൽ പിൻ ചെയ്യാം. എനിക്കത് എല്ലാവരിലേക്ക് എത്തേണ്ട ഒരു നല്ല ക്വാളിറ്റി വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ചാനലിൽ നിന്നാണെങ്കിലും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് അവലോകനമോ ബഡ്ജറ്റിനെ വിലയിരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒരുപാട് ഇൻഡെപ്ത് പോകാത്തത്. അവിടുന്ന് മാതൃഭൂമിയിലേക്ക് വരുമ്പോഴാണ് നിർമ്മലാ സീതാരാമൻ്റെ വളരെ ചിരിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണിലേക്ക് നമ്മൾ വരുന്നത്. ആദായ നികുതിയിൽ ആദായം. പുതിയ സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിന്ന് 75,000 ആക്കി സ്ലാബിലും മാറ്റം എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. സ്വർണം വെള്ളി വില കുറയും, കേരളത്തോട് സൗഹൃദമില്ല, നീറ്റ് റദ്ദാക്കില്ല തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇതിൽ ഈ സ്വർണത്തിൻ്റെ വില കുറയും എന്നുള്ളത് കള്ളക്കടത്തിന് ഒരു ഇരട്ടടി ആകും എന്നുള്ള രീതിയിൽ ഒരു റൈറ്റപ്പ് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ച കേന്ദ്ര നീക്കം കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഇരട്ടടിയായി. ദുബായ് ഉൾപ്പെടെയുള്ള വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വില കൂടുതലും ഇറക്കുമതി തീരുവയിലെ വെട്ടിപ്പും കൊണ്ട് 9 മുതൽ 12 ലക്ഷം രൂപ വരെ 1 കിലോ സ്വർണത്തിന് ലാഭം കിട്ടിയിരുന്നു. 12.5% തീരുവ 6% കുറച്ചതോടെ ഈ ലാഭം പകുതിയിലും താഴും. അപ്പം എന്തിനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് കള്ളക്കടത്ത് നടത്തണേ എന്ന് കള്ളക്കടത്തുകാർക്ക് പോലും തോന്നുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് മാതൃഭൂമി വിലയിരുത്തുന്നത്. കൂട്ട് യുവതയോട് എന്ന് പറഞ്ഞ് യുവാക്കൾക്ക് ഈ ബഡ്ജറ്റ് എത്രത്തോളം ഉപകാരപ്രദമാകും എന്ന് പറയുന്ന ഒരു റൈറ്റപ്പിലേക്ക് മാതൃഭൂമി പോകുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു കാർട്ടൂൺ ഉണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രകാരം CSR ഫണ്ടിൽ നിന്ന് ഒരു തുക യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്ന ഒരു കാര്യവും പ്രാധാന്യത്തോടെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവിധ ക്ഷേമ പദ്ധതികൾ ബഡ്ജറ്റിൽ 3 ലക്ഷം കോടിയിലേറെ രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രസംഗത്തിൽ 13 തവണയാണ് സ്ത്രീകൾ എന്ന് ധനമന്ത്രി പറഞ്ഞത്. രാജ്യവ്യാപകമായി കൂടുതൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ സ്ഥാപിക്കും. തൊഴിൽ സമയങ്ങളിൽ കുട്ടികളുടെ പരിപാലനത്തിനും മറ്റുമായി ക്രഷുകളും സ്ഥാപിക്കും. സ്ത്രീകളെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പങ്കാളികളാക്കുന്നതിനായി സ്ത്രീ കേന്ദ്രീകൃത നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം നിലവിൽ 24%.
വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുന്നതിനാവശ്യമായ പരിപാടികൾ പ്രത്യേകമായി ആസൂത്രണം ചെയ്യും. കർഷകർ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്രർ എന്നിവർക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള സുസ്ഥിരവും സമഗ്രവുമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. ഈ ഒരുപാട് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ വരുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുകൾ കൂടി പരിഗണനയിൽ വെക്കണം. ഞാനൊരു വലിയ കാലഘട്ടം മുഴുവൻ വർക്കിംഗ് മെൻ കാറ്റഗറിയിലായിരുന്നു, സിംഗിൾ മെൻ എന്നൊക്കെ പറയുന്ന പോലെ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സ്ട്രെസ്സും പ്രഷറും ചെലവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വർക്കിംഗ് മെൻസ് ഹോസ്റ്റലിലൂടെ സാധിക്കുകയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കർണാടകത്തിൽ പ്രതിഷേധം കനത്തു. IT ജോലി സമയം ഉടൻ കൂട്ടില്ല എന്ന് പറയുന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർണാടകത്തിൽ വ്യവസായ മേഖലയിൽ കന്നഡികർക്ക് 75% വരെ തൊഴിൽ സംവരണവും IT ജീവനക്കാരുടെ ജോലി സമയം ഉയർത്തലും ഉടൻ നടപ്പാക്കാൻ ഇടയില്ല. കന്നഡികർക്ക് തന്നെ കൂടുതൽ ജോലി സംവരണമാക്കി കൊടുക്കുക എന്നുള്ളതും അതുപോലെ ജോലി സമയം 14 മണിക്കൂർ വരെ ആക്കാനാണ് സർക്കാർ നീക്കം നടത്തിയെന്നാണ് പറയുന്നത്. 14 മണിക്കൂർ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ജീവനക്കാരുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയർന്നു. ജീവനക്കാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തു. എന്തായാലും നിലവിൽ അത് നടപ്പിലാവില്ല എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, 20 വർഷം മുമ്പ് തില്ലങ്കേരി ശങ്കരൻകണ്ടി ആദിവാസി ഊരിലെ SK സീത അവർക്ക് മട്ടന്നൂർ കീച്ചേരിയിൽ 1 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് പതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല, ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തരുത്, ഇത്രയും പറഞ്ഞിട്ടാണ് പട്ടയം കൊടുക്കുന്നത്. പക്ഷേ സീത അവിടുന്ന് താമസം ഒഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന 24 കുറ്റി തേക്ക് ആരോ മോഷ്ടിച്ച് കടത്തി. ഇവരല്ല കടത്തിയത്, മോഷ്ടിച്ച് കടത്തിയതാണ്. പക്ഷേ ആ മോഷ്ടിച്ച് കടത്തിയതിൻ്റെ 3 ഇരട്ടി വില കണക്കാക്കി റവന്യൂ വകുപ്പ് 14,66,843 രൂപ പിഴയടയ്ക്കാനുള്ള നോട്ടീസ് സീതയ്ക്ക് കൊടുത്തു. ഇത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട പട്ടികവർഗ വികസന മന്ത്രി OR കേളു ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് അവർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അവരായിട്ട് അത് മുഴുവൻ മുറിച്ച് കടത്തിയതാണെന്നുണ്ടെങ്കിൽ ഈ പിഴ ചുമത്തുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് വിചാരിക്കാം. ഇത് അവിടുന്ന് ആദായമൊന്നും എടുക്കുന്നുമില്ല, എന്നാൽ അതേസമയം 14.5 ലക്ഷത്തിൻ്റെ ഒരു ഫൈൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ദേശാഭിമാനിയിലേക്ക് വരുമ്പോഴാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ ഓട്ടക്കാലണയുടെ അടിയിൽ കിടക്കുന്ന സുരേഷ് ഗോപിയുടെ ഫോട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ അകത്ത് മറ്റൊരു ഫ്രണ്ട് പേജ് ഉണ്ട്. അതിൽ ശിങ്കിടി ബഡ്ജറ്റ് എന്നാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് ദേശാഭിമാനി ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗജന്യ കിറ്റ് ഓണത്തിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. അന്ത്യോദയ അന്ന യോജന വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ്, സ്പെഷ്യൽ പഞ്ചസാര, സ്കൂൾ കുട്ടികൾക്കുള്ള അരി, ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നിയന്ത്രിക്കുന്നതിന് പരിശോധന ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പിന്നെ ഓണം മേളകൾ, മാർക്കറ്റുകൾ, പച്ചക്കറി കൗണ്ടറുകൾ, പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ, ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ സപ്ലൈകോയെ ചുമതലപ്പെടുത്തി. പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും. ഇനിയിപ്പോൾ തുടങ്ങിയാൽ കിട്ടും. സാംസ്കാരിക പരിപാടികൾ ചെലവ് ചുരുക്കി നടത്തും. കടകളിലും ഓണച്ചന്തകളിലും തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ തുടങ്ങിയവ ഉണ്ടെന്ന് ഉറപ്പാക്കും. മാലിന്യങ്ങൾ അതത് ദിവസം നീക്കം ചെയ്യാൻ തദ്ദേശ വകുപ്പ് ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാക്കറ്റുകൾ നിരുത്സാഹപ്പെടുത്തും. ഓണാഘോഷം. തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. ഇപ്രാവശ്യം അത് സെപ്റ്റംബർ 13 തുടങ്ങി 19 ഘോഷയാത്രയോടെ സമാപിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തല്ലാതെ മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ഓണാഘോഷ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. നിശാഗന്ധിയിൽ പരിപാടികളുണ്ടാവും. പിന്നെ അവിടെ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് തിരുവനന്തപുരത്ത് ലൈറ്റ് ഇടുന്നത് കാണാൻ ഇറങ്ങുന്ന ആൾക്കാർ വരെയുണ്ട് രാത്രി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ആ കാഴ്ചകൾ ചെലവ് ചുരുക്കി നടത്തും എന്നുകൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 13 മുതൽ 19 വരെ സെപ്റ്റംബർ മാസത്തിൽ ഈ ആഘോഷ പരിപാടികളുണ്ടാകും. കാണാനുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കും ആൾക്കൂട്ടമൊക്കെ ആയിട്ട് അതൊരു സുഖമാണ്, ഒരു സന്തോഷമാണ്. പിന്നെ റബ്ബറിന് വീണ്ടും അവഗണന എന്ന് പറയുന്നൊരു കാര്യം ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. സ്വപ്നം മാത്രമായി എയിംസ് പദ്ധതിയൊന്നും നമുക്ക് തന്നിട്ടില്ല എന്നുള്ളത്, നമ്മൾ ചോദിച്ചത് പലതും കിട്ടിയിട്ടില്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. വിഴിഞ്ഞ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ കുറച്ച് കോടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ കോടികൾ ഒന്നും തന്നില്ല. പിന്നെ നല്ല രസമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠിക്കും
എങ്ങനെയാണ് പഠിക്കുക? ഇതിനായി അടുത്ത അധ്യയന വർഷം 8, 9, 10 ക്ലാസ്സുകളിലെ ICT പാഠപുസ്തകങ്ങളിൽ റോബോട്ടിക് പഠനവും ഉൾപ്പെടുത്തും. കാലത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യം. പക്ഷേ ഇത് ഒരുപാട് ലേറ്റായിട്ടോ. അതായത് റോബോട്ടിക്സിനെ കുറിച്ച്, AI ഒക്കെ നമ്മുടെ കുട്ടികൾ ശരിക്കും ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും മനസ്സിലാക്കി തുടങ്ങണം. അവരുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ഞാനിനി ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിങ്ങും MBBS പിന്നെ ഡിഗ്രിയും ആർട്സ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് AI കുറിച്ചാണ് അറിയേണ്ടത്. അപ്പം ഞാൻ അതിനനുസരിച്ച് കൃത്യമായി ഈ ട്രാക്കിലൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ പറയുന്നൊരു ധാരണയിലേക്ക് എത്താൻ ഒരു പക്ഷേ ഒരു 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ലോകം മുഴുവൻ ഇട്ട് നോക്കുന്ന ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരെയൊക്കെ ആ സാങ്കേതിക വിദ്യയിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം ഈ പ്രാഥമിക വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതെനിക്ക് സന്തോഷമായിട്ട് തോന്നി, റോബോട്ടിക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷേ AI കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്ന സമയത്ത് ഇവിടെയുള്ള ജോലി മുഴുവൻ അവർ കൊണ്ടുവന്നു എന്ന് പലരും പരാതി പറയും. പക്ഷെ അവർ ചെയ്യുന്ന, അതായത് ഇത്രയും ആളുകൾ ഇവിടെ വരുമ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ ഇവിടെ ജോലിയുണ്ട്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെ ജോലിയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെന്ത് ജോലി ഇല്ലാണ്ടാവുന്നു എന്ന് പറയുന്ന. പക്ഷേ എന്തായാലും ഈ ജോലികളുടെ കൂട്ടത്തിൽ തട്ടിപ്പിന് കൂടി അവരിൽ പലരും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ സിറാജുൽ ഇസ്ലാം, അബ്ദുൽ കലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരെയാണ് ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇവർക്കൊക്കെ 26, 24, 27 വയസ്സൊക്കെയാണ് പ്രായം. നാദാപുരത്ത്, ഈ കൂട്ടത്തിലുള്ള ഒരാൾ നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഓപ്പറേറ്ററായിരുന്നു. പുള്ളിയാണ് ഈ ഐഡിയ ഉണ്ടാക്കിയത്. അതായത് നാദാപുരത്ത് ഒരു ബിൽഡിംഗ് പൊളിക്കുന്നതിനിടയ്ക്ക് എനിക്ക് നിധി കിട്ടിയടോ എന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളികളായ ആളുകളെ അദ്ദേഹം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വൻ ലാഭം കൊതിച്ച് നാദാപുരം സ്വദേശികളായ രാജേഷ്, ലെനിൻ എന്നിവർ സിറാജുലിനൊപ്പം കാറിൽ ആദ്യം തൃശ്ശൂരിലും തുടർന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലും എത്തി. മുൻകൂറായി 4 ലക്ഷം നൽകാമെന്നും സ്വർണം വിറ്റ ശേഷം ബാക്കി കൈമാറാമെന്നും ധാരണയായി. പണം കൈപ്പറ്റി സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി. പൊതി കഴിച്ച് കട്ടർ ഉപയോഗിച്ച് ലോഹം മുറിച്ചതോടെ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതിനിടെയാണ് പണവുമായി അസം സ്വദേശികൾ രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഇന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതും മലയാളികളുണ്ട് എന്നുള്ളത് അതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ മലയാളികളുടെ അടുത്ത് വന്ന് ജോലി ചെയ്ത് മാത്രമല്ല യവന്മാരെ പറ്റിച്ചും കാശുണ്ടാക്കാൻ പറ്റും എന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ജാഗ്രത. പിന്നെ നമ്മുടെ KSRTC വീണ്ടും പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഇനി തുടങ്ങാൻ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങും. അതിൻ്റെ കൂടെ പുതിയൊരു സംഭവം തുടങ്ങാൻ പോവുകയാണ്. ബസ് വഴിയിലായാൽ റാപ്പിഡ് റിപ്പയർ ടീം ഇറങ്ങും എന്നുള്ളത്. അതായത് KSRTCയുടെ റാപ്പിഡ് റിപ്പയർ ടീം വരികയാണ്. അത് റോഡിലൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് പരിഹരിക്കുന്നു. തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോ എന്നാണ് ഈ വണ്ടി വരിക. സാധാരണ KSRTC ബസ് സൈഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകെ വരുന്ന KSRTC ബസ്സിൽ ആൾക്കാരെ കയറ്റിവിടും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. ചിലപ്പോൾ കയറുമ്പോൾ നമുക്ക് സീറ്റ് ഉണ്ടാവില്ല, ഭയങ്കര തിരക്കായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരും. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് മാറിയിട്ട് ഇതേ വണ്ടി തന്നെ ഓടി തുടങ്ങുമല്ലോ. റാപ്പിഡ് റിപ്പയർ ടീമിനായി 4 വീലുള്ള അലൂമിനിയം കവേർഡ് ബോഡിയാൽ നിർമ്മിതമായ മിനി ട്രക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10 യൂണിറ്റ് റാപ്പിഡ് റിപ്പയർ ടീമുകൾ രൂപീകരിക്കും. ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളെയും ടയറുകൾ ഉൾപ്പെടെ സ്പെയർ പാർട്സും കരുതിയിരിക്കും. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ബ്രേക്ക് ഡൗൺ ആവുന്ന ബസ്സുകളുടെ തകരാറുകൾ പരിഹരിക്കുന്ന തരത്തിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരിച്ച് ടീമുകളെ നിയോഗിക്കും. 24 മണിക്കൂറും സേവനമുണ്ടാവും. നല്ലതാണ്, വരട്ടെ. പക്ഷേ എൻ്റെ ഒരു ചെറിയ സജഷനാണ്, ഒരു മിനി സജഷൻ. അവരിലേക്ക് ഇതൊന്നും എത്താൻ സാധ്യതയൊന്നുമില്ല. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇതൊന്നും അറിയണമെന്നുമില്ല. എങ്കിലും പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ. ഈ KSRTC ബസ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു റാപ്പിഡ് റിപ്പയർ ടീം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല കാലത്തുണ്ടാകുന്ന ഇതുപോലത്തെ കംപ്ലൈൻറ്റുകൾ ഇതിൻ്റെ പുറകെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വലിയ കാര്യമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാൽ അതേസമയം ഇതേ റാപ്പിഡ് റിപ്പയർ ടീമുകളൊക്കെ സൈഡിലാവുന്ന മറ്റു വണ്ടികളെയും സപ്പോർട്ട് ചെയ്യാൻ എത്തും എന്നൊരു രീതിയിൽ വരികയാണെങ്കിൽ അതിനൊരു മിനിമം ചാർജൊക്കെ ഏർപ്പാടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ വർക്ക്ഷോപ്പ് KSRTCയുടേതായിട്ടുണ്ടാവുന്നു. ചിലപ്പോൾ അതൊരു വലിയ വരുമാന മാർഗ്ഗമായി മാറിയേക്കാം കേട്ടോ ഭാവിയിൽ.
അതൊന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ചെറിയ സജഷനാണ്. എന്തായാലും അത്രയാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഈ പത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ, നമ്മൾ ഈ വീഡിയോയിൽ വിട്ടുപോയി എന്ന് തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.